പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ദൈവസഭ യേശുവിൻ്റെ ശരീരമാണെന്നുള്ള ഒരു അറിവ് അപ്പോസ്തലനാകുന്ന പൗലോസിൻ്റെ ലേഖനങ്ങളിൽ വളരെ പ്രബലമാകുന്ന ഒരു തീമാണ്. പൗലോസ് തൻ്റെ പല ലേഖനങ്ങളിൽ സഭയെ യേശുവിൻ്റെ ശരീരമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് പൗലോസിന് കിട്ടിയ ഒരു തിരിച്ചറിവ്, ഒരു വെളിപ്പാടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനോഹരമാകുന്ന ഒരു കൺസെപ്റ്റ്, സങ്കല്പമാണ് സഭ യേശുവിൻ്റെ ശരീരമാണെന്നുള്ളത്. സഭയുടെ തല യേശു കർത്താവായിരിക്കുമ്പോൾ ബാക്കി ഓരോ അംഗങ്ങളും, ഓരോ വിശ്വാസികളും ഈ തലയോട് ചേർന്ന് നിൽക്കുന്ന ശരീരത്തിലെ ഓരോ അവയവങ്ങളാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തലയിൽ നിന്നാണ് ശരീരം മുഴുവൻ അതിൻ്റെ നിയന്ത്രണം, അതിൻ്റെ ബലം പ്രാപിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് ശരീരത്തിന് ഫങ്ഷൻ ചെയ്യുവാൻ കഴിയുന്നത്. ഓരോ അവയവത്തിനും വ്യത്യസ്തമാകുന്ന ചുമതലകളുണ്ടെങ്കിലും അവയെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് തലയായ ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിൽ നിന്നാണ്. തലയുമായിട്ടുള്ള ബന്ധം അറ്റുപോയാൽ ശരീരം, അതിൻ്റെ അവയവങ്ങൾ അവ നിർജീവമാകും, അവയ്ക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ യേശു കർത്താവ് ശിരസും നാം എല്ലാം ശരീരത്തിൻ്റെ ഭാഗവുമാകുന്ന മനുഷ്യൻ്റെ ശരീരം പോലെയാണ് സഭയെ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ആഴത്തിലുള്ള ഒത്തിരി ആത്മിക സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഉപമാനമാണ്. കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ, 6-ാം അധ്യായത്തിൽ, 12-ാം അധ്യായത്തിലൊക്കെ ഇതിൻ്റെ വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് കാണുവാനിടയായിത്തീരും. 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട്, അങ്ങനെ ദൈവമക്കൾ ചേർന്ന് നിൽക്കുന്ന ആത്മീക ഗ്രഹമാകുന്ന സഭയിൽ ദൈവം ആവസിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ഇവിടെ വിളിച്ചിരിക്കുകയാണ്. ഈ മന്ദിരം ദൈവസഭയാകുന്ന മന്ദിരവും ക്രിസ്തുവിനെ വഹിക്കുന്ന നമ്മുടെ ശരീരമാകുന്ന മന്ദിരവും എത്ര പവിത്രമായി നാം സൂക്ഷിക്കണമെന്നും അതിന് ശ്രദ്ധ കൊടുക്കണമെന്നുമൊക്കെ ഈ വേദഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം: ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് വളരെ കണിശമായി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ഭയമുളവാക്കുന്ന ഒരു വാക്യശകലമാണ്. അത്ര കണിശമായിട്ടാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരം അല്ലെങ്കിൽ ശരീരം, സഭ, അതിനെ നശിപ്പിക്കുന്നവൻ എത്ര വലിയ ഒരു പ്രതിസന്ധിക്ക്, ദൈവിക ശിക്ഷയ്ക്ക് പാത്രമായിത്തീരുമെന്ന് ഇത് നൽകുന്ന മുന്നറിയിപ്പ്. ഒന്ന്, നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ നശിപ്പിക്കുന്ന ഒന്നും നാം ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ടാണ് ദൈവമക്കളായി നമ്മൾ പഠിപ്പിക്കുന്നത്, ശരീരത്തിന് നാശമുണ്ടാക്കുന്ന ഒരു പദാർത്ഥങ്ങളും നാം ഉപയോഗിക്കരുത്. അത് ശ്വാസകോശത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പുകവലിയാകാം, കരളിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള മദ്യപാനമാകാം, അല്ല ജീവിതത്തിലെ പല മേഖലകളെയും തകർത്ത് കളയുന്ന ലഹരിയുടെ അടിമത്തങ്ങളാകാം, വായിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പുകയിലയോ തമ്പാക്കുവോ അങ്ങനെയുള്ള വായിലിടുന്ന പദാർത്ഥങ്ങളാകാം. ഇതെല്ലാം ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നു, ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു പദാർത്ഥവും നാം ഉപയോഗിക്കരുത്. അത് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തിന് ഹാനികരമാണ്, അത് വലിയ തെറ്റാണ്. സ്വയം മുറിവേൽപ്പിക്കുന്ന, സ്വയം ശരീരത്തിന് കേടുവരുത്തുന്ന ഒരു പ്രവൃത്തിയും ദൈവം
ഇഷ്ടപ്പെടുന്നില്ല എന്ന് ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകിയാൽ ഇതിനെ നാം കൃത്യമായി സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ ദൈവസഭയും യേശുവിൻ്റെ ശരീരമാകുന്ന സഭയും ആത്മീയ ഗ്രഹമാണെന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു. ആത്മീയ ഗ്രഹമാകുന്ന സഭയെയും നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നാം ചെയ്യുവാൻ പാടില്ല. ആ സഭയിലെ ഓരോ അംഗങ്ങളും യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഒരു സഭാവിശ്വാസിക്കെതിരെ നാം പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെയുള്ള ആളുകളുണ്ട്, 1-ാം നൂറ്റാണ്ടിൽ പോലും ഉണ്ടായിരുന്നു, ചിലരെ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിക്കുന്നു. വ്യക്തിപരമാകുന്ന പിണക്കങ്ങളാകാം, വ്യക്തിപരമാകുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർ വളരെ അപകടകരമാകുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ ശരീരത്തെ തന്നെ മുറിവേൽപ്പിക്കുന്ന, യേശുവിൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ നാം ആ ശരീരത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് മറക്കരുത്. അങ്ങനെയുള്ള പ്രവർത്തികളാണ് അവർ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നുള്ള വാക്യം അവർക്കും ആപ്ലിക്കബിളാണ്. അപ്പോസ്തലനായ പൗലോസിനാണ് ഈ വെളിപ്പാട് കിട്ടിയതെന്ന് നാം പറഞ്ഞല്ലോ. പൗലോസിന് ഒരുപക്ഷെ ഈ വെളിപ്പാട് കിട്ടിയത് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം അവനെ വിളിച്ചപ്പോഴാകാം. കർത്താവ് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ശൗലിന് വലിയ സംശയം തോന്നി. യേശുവിനെ ഒരിക്കൽ പോലും ഒരുപക്ഷെ ശൗൽ നേരിട്ട് കണ്ടിട്ടുണ്ടാകുകയില്ല. പിന്നെ എപ്പോഴാണ് യേശുവിനെ ശൗൽ ഉപദ്രവിച്ചത്? അവിടെ ശൗലിന് ഒരു തിരിച്ചറിവുണ്ടാകുകയാണ്. ക്രിസ്തു സഭയിലെ ഏത് വ്യക്തിയെ തൊട്ടാലും അത് യേശുവിനെ തൊടുന്നതിന് തുല്യമാണ്. കാരണം സഭയിലെ ഓരോ അംഗങ്ങളും യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ആ തിരിച്ചറിവ് തൻ്റെ ലേഖനങ്ങളിലൂടെ താൻ വെളിപ്പെടുത്തുകയാണ്. തൻ്റെ അനുഭവമാണ്. ക്രിസ്തു സഭയിലെ ഏതൊക്കെയോ വ്യക്തികളെ താൻ തൊട്ടു. കർത്താവ് പറയുകയാണ്, നീ എന്നെയാണ് ഉപദ്രവിച്ചത്. സഭയിലെ ഏത് വ്യക്തിക്കുണ്ടാകുന്ന, ശരീരമാകുന്ന സഭയിലെ ഏത് വ്യക്തിക്കുണ്ടാകുന്ന വേദനയും യേശുവിൻ്റെ വേദനയായി മാറുന്നു. അത് യേശുവിൻ്റെ വേദന മാത്രമല്ല. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ 27-ാം വാക്യമാണ് നാം വായിച്ചത്. 26-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്, സഭയിൽ ഒരുവൻ കഷ്ടത അനുഭവിച്ചാൽ ആ കഷ്ടത മറ്റവൻ്റെ കൂടെ ദുഃഖമായി മാറുന്നു. 26-ാം വാക്യം. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. സഭയിൽ ഏതെങ്കിലും ഒരു മെമ്പർ, ഒരു അവയവത്തിൻ്റെ കഷ്ടം, ആ വേദന മറ്റുള്ളവർക്കും അനുഭവവേദ്യമാകും, അവരുടെയും കഷ്ടമായി മാറും. കഷ്ടതയെക്കുറിച്ച് മാത്രമല്ല, സഭയിൽ ഒരുവന് മാന്യത ലഭിച്ചാൽ മറ്റവനും കൂടെ അത് മാന്യതയ്ക്ക് അല്ലെങ്കിൽ ആനന്ദത്തിന് കാരണമായി തീരും. അപ്പോൾ സഭയിൽ ഒരുവൻ കഷ്ടം അനുഭവിക്കുമ്പോൾ അവനോടുകൂടെ ശരീരം മുഴുവൻ ദുഃഖിക്കുന്നു. സഭയിൽ ഒരുവൻ മാനിക്കപ്പെടുമ്പോൾ ഒരു അസൂയയുമില്ലാതെ സഭയിലെ എല്ലാ അംഗങ്ങളും ശരീരത്തിൻ്റെ ഭാഗമായ, ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായ എല്ലാവരും അവൻ്റെ ഉയർച്ചയിൽ, അവൻ്റെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്നു. അത് അവൻ്റെ മാത്രം മാന്യതയല്ല, സഭയുടെ മുഴുവൻ മാന്യതയാണെന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാകണം. അതാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം എല്ലാം ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമാണ്. തലയായവനിൽ നിന്ന് ഊർജ്ജം പ്രാപിച്ച്, ബലം പ്രാപിച്ച്, ഒന്നിച്ച് ചലിക്കുന്ന, പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ ശരീരമാണ് യേശുവിൻ്റെ സഭ. ഈ തിരിച്ചറിവ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ ആവശ്യമാണ്. ഈ തിരിച്ചറിവിലൂടെ സഹവിശ്വാസികളെ സ്നേഹിക്കുവാനും കരുതുവാനും അവരോട് സഹതപിക്കുവാനും അവരുടെ സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുവാനും ഒക്കെ നമുക്കിടവരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.